ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ലോക്സഭയിലേക്ക് സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മുതലെയുള്ള വാർത്തകൾ. 18ാം ലോക്സഭയിലെ സ്പീക്കറെ ജൂൺ 26-നാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിനായി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്ന പ്രമേയങ്ങൾക്കുള്ള നോട്ടീസ് ഒരു ദിവസം മുൻപ് ഉച്ചവരെ സമർപ്പിക്കാം. ബി.ജെ.പി. സ്പീക്കർ സ്ഥാനം നിലനിർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം എൻ.ഡി.എ പങ്കാളികളായ ജെ.ഡി.യു, ടി.ഡി.പി എന്നിവർ ലോക്സഭാ സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തുവന്നിരുന്നു. വിഷയത്തിൽ ജെ.ഡി.യുവും ടി.ഡി.പിയും സമവായം പുലർത്തുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് എൻ.ഡി.എ പങ്കാളികൾ സമവായ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണമെന്ന് ടി.ഡി.പി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബി.ജെ.പിയുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നാണ് ജെ.ഡി.യുവിന്റെ നിലപാട്. തന്റെ പാർട്ടിയും ടി.ഡി.പിയും എൻ.ഡി.എയുടെ ഭാഗമാണെന്നും ലോക്സഭ സ്പീക്കർ സ്ഥാനത്തേക്ക് ബി.ജെ.പി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നുമാണ് ജെ.ഡി.യു നേതാവ് കെ.സി. ത്യാഗി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സ്പീക്കർ എല്ലായ്പ്പോഴും ഭരണകക്ഷിയുടേതാണ്. കാരണം സഖ്യകക്ഷികളിൽ അവർക്കാണ് കൂടുതൽ സീറ്റുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ മറുവശത്ത് സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ എൻ.ഡി.എ പങ്കാളികൾ സംയുക്തമായി തീരുമാനിക്കണമെന്നാണ് ടി.ഡി.പി ദേശീയ വക്താവ് പട്ടാഭിറാം കൊമ്മറഡി പറഞ്ഞിരുന്നത്. സ്പീക്കർ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് എൻ.ഡി.എ പങ്കാളികൾ ഒന്നിച്ചിരുന്ന് തീരുമാനിക്കും. മാത്രമല്ല, ഒരു സമവായത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ടി.ഡി.പി ഉൾപ്പെടെ എല്ലാ പങ്കാളികളും സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ജൂൺ 24-ന് ആരംഭിക്കുന്ന 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ സ്പീക്കറെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുന്നതിനായി ബി.ജെ.പി പ്രതിപക്ഷ പാർട്ടികളെ സമീപിക്കും. സർക്കാരിന്റെ നിർദ്ദേശം പ്രതിപക്ഷം അംഗീകരിച്ചാൽ തിരഞ്ഞെടുപ്പ് വേണ്ടിവരില്ല. എന്നാൽ പ്രതിപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പുതിയ സ്പീക്കർക്കായുള്ള വോട്ടെടുപ്പ് ജൂൺ 26-ന് നടന്നേക്കും. അതേ ദിവസം തന്നെ പുതിയ സ്പീക്കർ ചുമതലയും ഏൽക്കും. മോദി സർക്കാരിന്റെ ആദ്യ ടേമിൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള ബി.ജെ.പി എം.പി സുമിത്ര മഹാജൻ ലോക്സഭാ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചപ്പോൾ രണ്ടാം തവണ രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ബി.ജെ.പി എം.പിയായ ഓം ബിർളയായിരുന്നു സ്പീക്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം പുതിയ ലോക്സഭാ സ്പീക്കറുടെ പേര് ചർച്ച ചെയ്യാനാണ് സാധ്യത. നിലപാട് സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ആവശ്യങ്ങളോ സഖ്യകക്ഷികളിൽ നിന്ന് ഉയർന്നാൽ ബി.ജെ.പി പുതിയ ഫോർമുല പരിഗണിക്കും. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ മത്സരത്തിന്റെ സാധ്യതയാണ് ബി.ജെ.പി തേടുന്നത്. ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ടി.ഡി.പി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യ സഖ്യം പിന്തുണയ്ക്കുമെന്നാണ് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നത്. 18ാം ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് നിർണായകമാകുമെന്നാണ് സഞ്ജയ് റാവത്തിന്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബി.ജെ.പിക്ക് സ്പീക്കർ സ്ഥാനം ലഭിച്ചാൽ അത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ടി.ഡി.പി, ജെ.ഡി.യു പാർട്ടികളെയും ചിരാഗ് പാസ്വാൻ, ജയന്ത് ചൗധരി എന്നിവരുടെ സംഘടനകളെയും തകർക്കും. പിന്തുണയ്ക്കുന്നവരെ ബി.ജെ.പി വഞ്ചിക്കുന്ന അനുഭവം തങ്ങൾക്കുണ്ട്. ചട്ടമനുസരിച്ച് പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കണം. എൻ.ഡി.എ സർക്കാർ സ്ഥിരതയുള്ള സർക്കാരല്ല എന്നാണ് നേതാവ് പറഞ്ഞത്. അതേസമയം മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചതിനു പിന്നാലെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സ്പീക്കർ ആരായിരിക്കുമെന്ന ചർച്ചകൾ ആദ്യമേ തന്നെ മുറുകിയിരുന്നു. ബി.ജെ.പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ജെ.ഡി.യു, ടി.ഡി.പി തുടങ്ങിയ കക്ഷികളെല്ലാം തന്നെ സ്പീക്കർ പദവിക്കായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ മന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പ് വിഭജനത്തിലും സ്വീകരിച്ച കടുംപിടുത്തം സ്പീക്കറുടെ കാര്യത്തിലും ബി.ജെ.പി തുടർന്നേക്കുമെന്നാണ് ഇതോടെ മനസ്സിലാക്കേണ്ടത്.